ഞാൻ ഡോക്ടർ ഹസൻ ജവഹർ, നിങ്ങളുടെ ഹോമിയോപ്പതിക് സൈക്യാട്രിസ്റ്റാണ്. ഇന്ന് നമ്മൾ ആങ്കർ ഇഷ്യൂസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്, അതായത് ദേഷ്യം. ഞാൻ മുമ്പേ പറയാൻ ഏത് ടോപ്പിക് കിട്ടിയാലും ഞാൻ അതിനെ പോസിറ്റീവ് ആക്കും. ഇതിനെ നമുക്ക് പോസിറ്റീവ് ആക്കാം. ദേഷ്യം പോസിറ്റീവോ? നിങ്ങൾക്ക് ഇന്ന് സംശയം തോന്നുന്നുണ്ടാവും. ആക്ച്വലി കോപം എന്ന് പറയുന്നത് സന്തോഷം പോലെ, സങ്കടം പോലെ, അസൂയ പോലെ ഇമോഷൻ മാത്രമാണ്. പക്ഷേ നമ്മളെ ബേസിക് ആയിട്ടുള്ള കോറായിട്ടുള്ള ഇമോഷൻസിൽ പെട്ടാണ്. അതായത് സന്തോഷം, സങ്കടം, ദേഷ്യം, പേടി, ഈ നാലാണ് നമ്മളെ ഭയങ്കര കോറായിട്ടുള്ള നമ്മളെ ഇമോഷൻസ്. അപ്പം അതിൽ കോപം എന്ന് പറയുന്ന ഇമോഷൻസിനെ ആവശ്യത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. നമുക്ക് ഒരാളോട് ദേഷ്യം പിടിക്കേണ്ട അവസ്ഥ വന്നു, ആ അവസരത്തിൽ ആ സാഹചര്യത്തിൽ നിൽക്കുന്ന നമുക്കും തോന്നുന്നു അവനോട് ദേഷ്യം പിടിക്കണം, ചുറ്റും നിൽക്കുന്ന ആളുകൾക്കും തോന്നുന്നു അവനോട് ദേഷ്യം പിടിക്കണം, ആ ദേഷ്യം കിട്ടുന്ന ആൾക്കും തോന്നുന്നു എനിക്ക് ഒരിത്തിരി ദേഷ്യം കിട്ടേണ്ട ആവശ്യമുണ്ട്. ഇങ്ങനെ തോന്നുന്ന സാഹചര്യത്തിൽ ദേഷ്യത്തെ നമ്മൾ ഉപയോഗിക്കണം. നേരെ മറിച്ച് അതല്ലാത്ത രൂപത്തിൽ ദേഷ്യം നമ്മളെ നിയന്ത്രിക്കുമ്പോഴാണ് പലപ്പോഴും പ്രശ്നം വരുന്നത്. ഇതിലേറ്റവും ബേസിക് ആയിട്ടുള്ളൊരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ, ഒരുപാട് ആളുകൾ പാരൻസ് ഇവിടെ കുട്ടിയെ കൊണ്ടുവരും, ഭയങ്കര വാശിയാണ്, ദേഷ്യമാണ്, കുറുമ്പാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഇവിടെ വന്ന് ഭയങ്കര കംപ്ലൈൻ്റാണ് കുട്ടികളെ പറ്റി. അധികം ആൾക്കാരും 6 വയസ്സ്, 10 വയസ്സ്, 14 വയസ്സ്, ചിലർ 18 വയസ്സ് ഒക്കെ ഉള്ള കുട്ടികളെ കൊണ്ടുവരും. അപ്പോൾ ഞാൻ ആദ്യം ഇത് കഥയൊക്കെ കേട്ടതിന് ശേഷം ആദ്യം ഇവരോട് ചോദിക്കും, നിങ്ങളിൽ ആർക്കാണ് ദേഷ്യമുള്ളത്? ഉപ്പാക്കാണോ ഉമ്മാക്കാണോ? അധിക പക്ഷം അവർ പറയും ഉപ്പാക്കാണ്, ഉമ്മാക്കാണ്. അതായത് 95% പറയും, ചിലപ്പോൾ 2 പേർക്കുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടി ഈ വാശി, ദേഷ്യം എന്നൊക്കെ പറയുന്ന ഈ ഇമോഷന് പഠിക്കുന്നത് കുട്ടിക്ക് ഇത് വെറുതെ വരുന്നതല്ല. ആളൊരു പ്രോബ്ലം സോൾവിങ് സ്കില്ലായിട്ടാണ് ഈ ദേഷ്യത്തിനെ പഠിക്കുന്നത്. നിങ്ങളുടെ മുന്നിലൊരു പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ ദേഷ്യം പിടിച്ചിട്ടാണ് ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നതെങ്കിൽ കുട്ടി നിങ്ങളറിയാതെ അത് കണ്ടുപിടിക്കുകയാണ്. എനിക്കൊരു പ്രോബ്ലം വന്നാൽ ഞാൻ ദേഷ്യപ്പെട്ടാൽ മതി, അപ്പോൾ പ്രശ്നം പെട്ടെന്ന് തീർക്കും. അധിക പക്ഷം അങ്ങനെ തന്നെ സംഭവിക്കുക. കുട്ടി ദേഷ്യം പിടിക്കുമ്പോൾ, വാശി കാണിക്കുമ്പോൾ നമ്മൾ കാര്യങ്ങൾ നടത്തി കൊടുക്കും. അപ്പോൾ കുട്ടിക്ക് ഇത് ഡബിൾ സ്ട്രോങ് ആയി, ശരിയാണ്, ഞാൻ ഈ ഇമോഷൻ എടുത്താൽ മതി, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ കുട്ടികളെ ഉപദേശിച്ചിട്ട് കാര്യമുണ്ടോ? ഉപദേശിക്കാൻ പറ്റിയ പ്രായത്തിലും ആയിരിക്കും അവരെ കൊണ്ടുവരാം. അപ്പോൾ പിന്നെ ആ കുട്ടികൾ എന്താ ചെയ്യുക? പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ ഒരു 14 വയസ്സ് 15 വയസ്സ് വരെ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 17 18 കൂടി ആയിക്കഴിഞ്ഞാൽ ഇതേ സ്വഭാവം നിലനിന്നാൽ പിന്നെ അതൊരു പേഴ്സണാലിറ്റി ഡിസോർഡറായി. അപ്പോൾ പിന്നെ ട്രീറ്റ് ചെയ്യാൻ ഒന്നുകൂടി ബുദ്ധിമുട്ടായി. നേരെ മറിച്ച് ചെറിയ പ്രായത്തിലാണെങ്കിൽ നല്ല എളുപ്പമാണ്. ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ആദ്യത്തെ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ കുട്ടിയുടെ അച്ഛൻ, അതായത് നിങ്ങളുടെ പേരൻസ് ആയിട്ടുള്ള നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഇതേപോലെ ദേഷ്യമുണ്ട്. അപ്പോൾ നിങ്ങളെ ചെറിയ കുട്ടിയെ ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ നിങ്ങളെയും കൂടി നിങ്ങൾ ട്രീറ്റ് ചെയ്യണം. നിങ്ങളെ ആങ്കർ മാനേജ്മെൻറ്റ് പഠിച്ചെങ്കിലേ നിങ്ങളുടെ അടുത്ത കുട്ടിയെ നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റും. നേരെ മറിച്ച് നിങ്ങൾ ഇതേപോലെ തന്നെ തുടർന്നാൽ എൻ്റെ അടുത്ത് വന്ന് നിങ്ങൾ കാണിച്ച ആദ്യത്തെ കുട്ടി നന്നാവും, രണ്ടാമത്തെ കുട്ടി വീണ്ടും നിങ്ങൾ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും പ്രശ്നമല്ലേ? അപ്പോൾ അതിനേക്കാളും നല്ലതല്ലേ നമ്മൾ നന്നാവുന്നത്? നമ്മൾ നന്നായി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു സുഖം വരാനുണ്ട്, സമാധാനം വരാനുണ്ട്. നമ്മൾ പരിശ്രമിക്കുക, നമുക്കൊരാഗ്രഹമുണ്ട്, ചിലപ്പോൾ കിട്ടിയേക്കാം, ചിലപ്പോൾ കിട്ടാതിരുന്നേക്കാം. കിട്ടിയോ ദൈവത്തിനോട് നന്ദി പറയാം, കിട്ടിയില്ലേ ക്ഷമിക്കുക, വീണ്ടും ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ 2 മെത്തേഡേ നമ്മളെ കയ്യിലുള്ളൂ. ഇത് നിങ്ങൾ എത്ര കൂടുതൽ പ്രാവർത്തികമാക്കുന്നോ അത്ര ഈസി ആയിട്ട് നിങ്ങൾക്ക് ദേഷ്യത്തെയും സങ്കടത്തെയും ബേജാറിനെയും 3 സാധനത്തെയും, അതായത് ആങ്സൈറ്റിയെയും പേടി, അതിനെയും നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇത് എത്രത്തോളം നിങ്ങൾ ഉൾക്കൊണ്ടു എന്നുള്ളതാണ് കേട്ടോ. അതിൻ്റെ ഡെപ്തിനനുസരിച്ചാണ് നമുക്ക്. ഇതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, പക്ഷെ പ്രശ്നം വരുമ്പോൾ ഇതൊന്നും വരില്ല. ദേഷ്യം പുറത്തേക്ക് വരും, അല്ലെങ്കിൽ പേടി പുറത്തേക്ക് വരും, കാര്യമില്ല. പ്രശ്നം വരുമ്പോഴും നമുക്ക് ഈ ഫിലോസഫി പ്രാവർത്തികമാക്കാൻ കഴിയണം. അങ്ങനെ കഴിയുകയാണെങ്കിൽ നമുക്കതിനൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. എന്നിട്ടും നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരി, നമുക്ക് ശരിയാക്കാം. ഐ എം ഡോക്ടർ ഹസൻ, യുവർ ഹോമിയോപ്പതിക് സൈക്യാട്രിസ്റ്റ്.